ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം. 6 പാർട്ട് ടൈം സൂപ്പർമാരെ പിരിച്ചുവിടണമെന്ന് പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി. 18% പലിശ നിരക്കിൽ പണം തിരികെ പിടിക്കാനും GAD സെക്രട്ടറിയുടെ നിർദ്ദേശം. അതിനിടെ അച്ചടി വകുപ്പിലും വീഴ്ച കണ്ടെത്തി. ഷൊർണൂർ സർക്കാർ പ്രസിലെ അസിസ്റ്റന്റ് ടൈം കീപ്പറോട് പണം തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം നൽകി. 18% പലിശ സഹിതം പണം തിരിച്ചുപിടിക്കാനാണ് നടപടി. ജീവനക്കാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ബിനിൽ ലീല സാബുണ്ട് വിശദാംശങ്ങളുമായി. ബിനിൽ, ഈ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്, അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും നടപടിയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വിവിധ വകുപ്പുകളിൽ നടപടി ഉണ്ടായിരുന്നു. ഇന്നലെ കൃഷി വകുപ്പിൽ ആറ് ജീവനക്കാർക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. ആ ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. അത് പിരിച്ചുവിടണം എന്നാണ് ആ നിർദ്ദേശമുള്ളത്. എന്തായാലും 1458 പേരാണ് ആകെ ഈ അനധികൃതമായി പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാരുടെ പട്ടികയിൽ ഉള്ളത്. നിലവിൽ ഇന്നും നടപടി തുടരുകയാണ്. ഇന്ന് പൊതുഭരണ വകുപ്പിലാണ് ഈ നടപടി, ആ വാർത്ത പുറത്തേക്ക് വന്നത്. അത് 4 ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അച്ചടി വകുപ്പിലും ഇന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയാണ് ആ നോട്ടീസ് പുറത്തു വന്നത്, നോട്ടീസ് നൽകിയത്. കുറ്റാരോടും മെമ്മോയാണ് നൽകിയിട്ടുള്ളത്. 4 പേരാണുള്ളത്. നേരത്തെ ഒരാളുടെ പേരാണ് പുറത്തേക്ക് വന്നതെങ്കിൽ ഇപ്പോൾ അച്ചടി വകുപ്പിലെ 4 പേർക്കെതിരെ നടപടി വേണം എന്ന ശുപാർശയാണ്, നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇത് ഇവർക്ക് കുറ്റാരോടും മെമ്മോ നൽകിയിട്ടുണ്ട്, കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം 15 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണം. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ആ വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടി വകുപ്പ് തല നടപടിയിലേക്ക് കടക്കും എന്നാണ് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. എന്തായാലും ഈ 1458 പേർക്കെതിരെയും കൃത്യമായി നടപടി സ്വീകരിക്കാൻ നേരത്തെ തന്നെ മുഖ്യമന്ത്രി തീരുമാനിച്ചതാണ്. ഈ വകുപ്പ് മന്ത്രിമാരുടെ യോഗം വിളിച്ചിരുന്നു. തദ്ദേശ വകുപ്പ് മന്ത്രി, അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി, ഇവരൊക്കെ ചേർന്ന്, ഉദ്യോഗസ്ഥർക്ക് ചേർന്ന് നേരത്തെ യോഗം ചേർന്ന് തീരുമാനിച്ചത് ഇത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കണം. മാത്രമല്ല വലിയ ഒരു ഇത് വലിയ സർക്കാരിന് വലിയ തിരിച്ചടിയിലേക്കും കാര്യങ്ങൾ പോയിരുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകാൻ സർക്കാർ തീരുമാനിച്ചത്. നിലവിൽ 18% പലിശ സഹിതം ഈ തുക തിരിച്ചു പിടിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഓരോ ദിവസങ്ങളിലും, വരും ദിവസങ്ങളിലും ഈ നടപടികൾ ഉണ്ടാകും. ഇപ്പോൾ 3 വകുപ്പുകളിൽ ഈ നടപടി ഉണ്ടായിരിക്കുന്നു. വരും ദിവസങ്ങളിലും നടപടി തുടരും. ഏറ്റവും കൂടുതൽ പെൻഷൻ അനധികൃതമായി വാങ്ങിയ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്, ജീവനക്കാരാണ്. അവർക്കെതിരെ നടപടി ഉണ്ടാകും. അതും പരിഗണനയിലാണ്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ നടപടി ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതിര ശരി, എന്തായാലും ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 6 പാർട്ട് ടൈം സ്വീപ്പർമാരെ പിരിച്ചുവിടണമെന്നാണ് പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലെയും 6 പേർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനിൽ ലീല സാബു.